കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പുതിയ നീക്കങ്ങളുമായി അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പരിശീലകനായിട്ട് ആഷ്ലി വെസ്റ്റ്വുഡിനെ ടീമിലേക്ക് എത്തിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് അധികം വൈകാതെ തന്നെയായിരുന്നു മിഡ്ഫീൽഡറായിട്ടുള്ള കരീം ബെനാരിഫിൻ്റെ സൈനിങ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടീമിൽ അനേകം മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി നിലവിൽ മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നതിൻ്റെ വളരെയധികം ഒരു എക്സാമ്പിൾ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ടീമിലുള്ള പുതിയ മാറ്റങ്ങൾ. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഒരു 6ഓളം വിദേശ താരങ്ങളെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നതാണ്. ആ 6 വിദേശ താരങ്ങൾക്കും ആ ഒരു നിലവാരത്തിലോട്ട് എത്തുവാനായിട്ട് പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു ആദ്യം തന്നെ 3 മത്സരങ്ങൾക്ക് ശേഷം ഒമർ ബാ എന്ന് പറയുന്ന ഡിഫൻഡറിനെ മാറ്റി ഫലു എൻഡി എന്ന് പറയുന്ന ഒരു ഡിഫൻഡറിനെ ടീമിലേക്ക് എത്തിക്കുന്നത്. പോരാത്തതിന് കോച്ചിൻ്റെ ആ ഒരു പ്രകടനം, അതായത് ഒരു ടാക്റ്റിക്കൽ മാൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പരാജയം കൊണ്ടും അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ തങ്ങളുടെ പുതിയ പരിശീലകനായിട്ട് ആഷ്ലി വെസ്റ്റ്വുഡിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ എത്തിച്ച് വിത്തിൻ മണിക്കൂറുകളിൽ തന്നെ കരീം ബെനാരിഫിനെ ടീമിലേക്ക് എത്തിക്കുന്നു. അദ്ദേഹം മിഡ്ഫീൽഡറാണ്. അദ്ദേഹത്തിനൊക്കെ തന്നെ പുറമെ ഇനി പുതിയൊരു താരത്തെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയുള്ള ഫൈനൽ സ്റ്റേജസിലാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഈ എത്തിക്കുവാനായിട്ട് പോകുന്ന താരം ഒരു സ്ട്രൈക്കറാണ് എന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന് ഇപ്പോൾ 2ഓളം സ്ട്രൈക്കർമാരുണ്ട്. വിക്ടർ ബെർത്തമിയും അതോടൊപ്പം തന്നെ മറ്റൊരു താരവുമാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ ഇവരിൽ ആരായിരിക്കും പുറത്താവുക എന്നും ഒരുപാട് സംശയമുണ്ട്. അതുമെല്ലാം തന്നെ നമ്മൾ നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഇപ്പോൾ ഓൾറെഡി തന്നെ 6 വിദേശ താരങ്ങളുണ്ട്. സോ ആ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ വിദേശ താരങ്ങളായിരിക്കും ടീം വിടുക എന്ന തരത്തിൽ നമുക്ക് അറിയേണ്ടതായിട്ടുമുണ്ട്. ഉറപ്പായും തന്നെ മാറ്റങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ വരേണ്ടത് അനിവാര്യമാണ്. കാരണം ട്രോഫികൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീമാണ് നിലവിൽ റെലിഗേഷൻ സോണിൽ നിന്ന് മുക്തരാകാൻ വേണ്ടി ഈ കിടന്ന് കഷ്ടപ്പാടെല്ലാം തന്നെ സഹിക്കേണ്ടി വരുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ ഉറപ്പായും തന്നെ നല്ലൊരു പ്രഷർ മാനേജ്മെൻറ്റിൻ്റെ തലയിലുണ്ട്. അതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഉറപ്പായി തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വെക്കാവുന്നതാണ് വരുന്ന മാറ്റങ്ങളിലൊക്കെ തന്നെ.